നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്ത അമേരിക്ക. 25% കൂടി അധിക തീരുവ ചുമത്തിയ ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. 50% തീരുവ ഈ മാസം അവസാനത്തോടെ നിലവിൽ വരുമെന്ന് സൂചന. ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 30-ന് ജപ്പാനും 31-ന് ചൈനയും സന്ദർശിക്കും. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കുടുംബ സന്ദർശന വിസയുടെ കാലാവധി 3 മാസമായി ഉയർത്തി. സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി ഇനി സർവകലാശാല ബിരുദവും ആവശ്യമില്ല. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. വെല്ലുവിളിയായി കനത്ത മഴയും മണ്ണിടിച്ചിലും. 100-ലേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. 28-അംഗ മലയാളി തീർത്ഥാടക സംഘം സുരക്ഷിതർ. കാലാവസ്ഥ അനുകൂലമായാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. ഡിജിറ്റൽ സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാൻ ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനം. VC നിയമന വ്യവസ്ഥകൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യും. മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. ജോലിക്ക് ഹാജരാകാത്ത 51 ഡോക്ടർമാരെ പിരിച്ചുവിട്ട് ആരോഗ്യവകുപ്പ്. ISL പ്രതിസന്ധിക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിലും സാലറി കട്ട്. 30 മുതൽ 50% വരെ പ്രതിഫലം കുറയും. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 8 ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാളെ ചർച്ച നടത്തും. ഇന്ത്യക്കെതിരെ നിർണായക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% അധിക തീരുവ കൂടി ചുമത്തി. ഇതോടെ ഇന്ത്യക്കുള്ള അമേരിക്കൻ താരിഫ് 50%. ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഉത്തരവ് പുറത്തിറങ്ങി 21 ദിവസത്തിന് ശേഷം തീരുവ പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇതുവഴി റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. അമേരിക്കയുടെ നടപടിക്ക് നീതീകരണമില്ലെന്നും രാജ്യതാൽപര്യം സംരക്ഷിക്കുമെന്നും ചർച്ചകൾ തുടരുമെന്നും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചു. കഴിഞ്ഞ ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് കഴിഞ്ഞ ദിവസമാണ് പുതിയ വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് കുടുംബ സന്ദർശന വിസയുടെ കാലാവധി 3 മാസമായി ഉയർത്തി. സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി ഇനി സർവകലാശാല ബിരുദം ആവശ്യമില്ല. കൂടാതെ കുവൈറ്റിലേക്ക് കുവൈറ്റിൻ്റെ ദേശീയ വിമാന കമ്പനി എന്ന നിർബന്ധവും റദ്ദാക്കി. വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് ഇനി ഏത് എയർലൈൻസ് വഴിയും കുവൈറ്റിൽ എത്താം. ഇതുവരെയും വിസിറ്റ് വിസക്കാർ നിർബന്ധമായും കുവൈറ്റിലെത്താൻ ദേശീയ വിമാന കമ്പനികളിൽ ആയിരുന്നു വരേണ്ടത്. കുടുംബ സന്ദർശന വിസ തുടക്കത്തിൽ 3 മാസത്തേക്ക് അനുവദിക്കപ്പെടും. പിന്നീട് ഇത് 6 മാസം മുതൽ 1 വർഷം വരെ നീട്ടി ലഭിച്ചേക്കും. വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. കുവൈറ്റ് വിസ ഓൺലൈൻ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത്. ഈ വിസകളിൽ മൾട്ടിപ്പിൾ എൻട്രി അവസരം 3 മാസം, 6 മാസം, 1 വർഷം എന്നിങ്ങനെയുള്ള കാലയളവിൽ വിസ ലഭിക്കും. മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ കുവൈറ്റിൽ തുടർച്ചയായി 1 മാസത്തിൽ കൂടുതൽ കഴിയാനാകില്ല. 1 മാസത്തേക്ക് 3 ദിനാറും 6 മാസത്തേക്ക് 9 ദിനാറും 1 വർഷത്തേക്ക് 15 ദിനാറുമാണ് വിസ ഫീസ്. അമൃത ന്യൂസ്, കുവൈറ്റ്. ദ്വിദിന സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. രാജ്യാന്തര സഹകരണ കൂട്ടായ്മയായ SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 30-ന് ജപ്പാനിലെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാകും മോദി 31-ന് ഷാങ്ഹായ് ഉച്ചകോടിക്കായി എത്തുക. 2020-ലെ കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യാന്തര സഹകരണ കൂട്ടായ്മയായ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 31, സെപ്റ്റംബർ 1 തീയതികളിൽ ടിയാൻജിൻ സിറ്റിയിലാണ് ഉച്ചകോടി. ഡിജിറ്റൽ സർവകലാശാലയിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നു. 2021-ലെ ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. താൽക്കാലിക VC-യായി ഗവർണർ നിയമിച്ചിട്ടുള്ള ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാനാണ് തിടുക്കത്തിൽ ഓർഡിനൻസ് ഇറക്കുന്നതെന്ന ആക്ഷേപവും ഉയരുകയാണ്.
സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി നിയമപോരാട്ടം തുടരുമ്പോഴാണ് ആക്ടിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. നിലവിൽ താൽക്കാലിക VCയായി ഡോക്ടർ സിസ തോമസിനെയാണ് ഗവർണർ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സ്ഥിരം VCയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്. VC നിയമനത്തിലെ സെർച്ച് കമ്മിറ്റിയിലടക്കം ഭേദഗതിയുണ്ടാകും. നിലവിൽ 5 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയാണ് കൺവീനർ. UGC വ്യവസ്ഥ അനുസരിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൺവീനറാകാൻ പാടില്ല. ഇതൊക്കെ പരിഗണിച്ചാണ് ഭേദഗതി വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 2021 ഡിജിറ്റൽ സർവകലാശാല ആക്ടാണ് ഭേദഗതി ചെയ്യുന്നത്. 2018 UGC ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അതേസമയം ഡിജിറ്റൽ സർവകലാശാലയിൽ സുപ്രീംകോടതി വിധി പ്രകാരം 6 മാസത്തേക്ക് ഗവർണർ നിയമിച്ച ഡോക്ടർ സിസ തോമസ് സർക്കാരുമായി നിയമപോരാട്ടം നടത്തുന്ന ഉദ്യോഗസ്ഥയാണ്. സിസ തോമസിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി അതിവേഗത്തിലുള്ള ഓർഡിനൻസിന് പിന്നിലുണ്ട്. എന്നാൽ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടാൽ മാത്രമേ നിയമമാകുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് വീണ്ടും നിർണായകമാകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. കാൽമുട്ട്, ഇടുപ്പെല്ല് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പൊതുമേഖലാ ബോർഡ്, കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ESI ആനുകൂല്യമില്ലാത്ത ജീവനക്കാരെയും പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തി. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ മെഡിസെപ്പിന്റെ 1ാം ഘട്ടത്തിനെതിരെ നിരവധി പരാതികളാണ് ജീവനക്കാർ പലപ്പോഴായി ഉയർത്തിയിരുന്നത്. നിരവധി ആക്ഷേപങ്ങളും പോരായ്മകളും പദ്ധതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിലാണ് മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തും. കാൽമുട്ട് മാറ്റിവെക്കൽ, ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തും. 10 ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകൾ ഉണ്ടാകും. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ഇല്ലാത്ത ജീവനക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളിസി കാലയളവ് നിലവിലുള്ള 3 വർഷത്തിൽ നിന്ന് 2 വർഷമാക്കി. 2ാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവുണ്ടാകും. റീഇംബേഴ്സ്മെന്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലുള്ള 3 ചികിത്സകൾക്ക് പുറമെ 10 ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തി. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ യഥാക്രമം 3-5 ദിവസങ്ങളിൽ ലഭ്യമാക്കും. കരാറിൽ നിന്ന് വ്യതിചലിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു. മോശം കാലാവസ്ഥയും കനത്ത മഴയും മണ്ണിടിച്ചിലും വെല്ലുവിളിയാണെന്ന് സൈന്യം അറിയിച്ചു. 100-ലേറെ പേരെയും 10 സൈനികരെയും കാണാതായെന്നാണ് സൂചന. പ്രളയത്തിൽ കാണാതായവരെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകളില്ലെന്നാണ് വിവരം. സൈന്യവും ITBP, NDRF, SDRF സംഘങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇതുവരെ 130 പേരെ അപകട സ്ഥലത്തു നിന്നും വിവിധ സേനകൾ രക്ഷപ്പെടുത്തി. മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടത്താൻ കെഡാവർ നായ്ക്കളെ ഡൽഹിയിൽ നിന്ന് എത്തിച്ചേക്കും. കൂടുതൽ സൈന്യം രക്ഷാദൌത്യത്തിനായി ധരലിയിലെത്തും. ഉത്തരാഖണ്ഡിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ് നിലവിൽ. ഹരിദ്വാർ ഡെറാഡൂൺ റെയിൽപാതയിൽ ഗതാഗതം മുടങ്ങി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ സഹായം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ശേഷം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ധരാലിയിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയും നടത്തി. ഇതിനു പിന്നാലെ അദ്ദേഹം ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിലേത് മേഘവിസ്ഫോടനമല്ലെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം കൂറ്റൻ ഹിമാനിയോ ഹിമതടാകമോ തകർന്നതാണെന്നാണ് മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ഡേറ്റകളുടെ വിവരമുദ്ധരിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപകടമുണ്ടായ 24 മണിക്കൂർ സമയപരിധിയിൽ ഹർസിലിൽ 6.5 മില്ലിമീറ്ററും ഭട്വരിയിൽ 11 മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തത്. ഇത് മേഘവിസ്ഫോടനമുണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ധരാലി ഗ്രാമത്തിന് മുകൾ ഭാഗത്തായി 2 ഹിമതടാകങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കണ്ടെത്തലുണ്ട്. ധരാലി ഗ്രാമത്തിന്റെ പകുതിയിലേറെയും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി. ഹോട്ടലുകളും ഹോം സ്റ്റേകളും വീടുകളും അടക്കം പ്രളയത്തിൽ തകർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തീർത്ഥാടനത്തിന് പോയ മലയാളി സംഘം ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങി. കൊച്ചി സ്വദേശികളടങ്ങുന്ന 28 അംഗ സംഘമാണ് കുടുങ്ങിയത്. ഇവർ സുരക്ഷിതരാണെന്ന് അറിയിപ്പ് ലഭിച്ചതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ചാർധാം തീർത്ഥാടനത്തിനായി പോയ മലയാളി സംഘമാണ് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയത്.
തൃപ്പൂണിത്തുറ സ്വദേശികളായ നാരായണൻ നായർ, ഭാര്യ ശ്രീദേവി പിള്ള എന്നിവരടങ്ങുന്ന സംഘമാണ് കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 8:30 ഇവർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്നതായി വിവരം അറിയിച്ചിരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഉത്തരകാശിയിൽ നിന്ന് ഇന്നലെ രാവിലെ 8:30 അവിടുന്ന് നേരെ ഗംഗോത്രിയിലേക്ക് പുറപ്പെട്ടു. ഗംഗോത്രിയിൽ പോകുന്ന വഴിക്കാണ് അവർ വിളിച്ച് 8:30 കഴിഞ്ഞപ്പോഴാണ് ഏകദേശം അവർ 8:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ മക്കളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോവുകയാണ്, ഉച്ചയോടുകൂടി അവിടെ എത്തും എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ അവർ ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവാം. മലയാളി സംഘം സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. സൈന്യവും അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരുമാണ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത്. അവർ സേഫാണ്, പക്ഷേ ബസ്സിൽ കുടുങ്ങി കിടക്കുകയാണ്. ആ ഏരിയയിലേക്ക് ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 55 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ ആളുകളും. തൃപ്പൂണിത്തുറ സ്വദേശികളടക്കം 28 മലയാളികളാണ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ 20 പേർ മുംബൈയിൽ സ്ഥിരതാമസക്കാരാണ്. തിരുവനന്തപുരം, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവരെന്നാണ് വിവരം. അമൃത ന്യൂസ്, കൊച്ചി. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഇന്ത്യയിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം എത്തിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. പ്രതിവർഷം 5 ലക്ഷം മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് കരാർ. അഡ്നോക്കിന്റെ സബ്സിഡിയറിയായ കമ്പനിയായ അഡ്നോക് ഗ്യാസുമായി 10 വർഷം കാലാവധിയുള്ള ദീർഘകാല കരാറിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഒപ്പുവെച്ചത്. സൗദിയിലെ സ്കൂളുകളിൽ 4 വർഷമായി നിലവിലുണ്ടായിരുന്ന 3 സെമസ്റ്റർ സമ്പ്രദായം അവസാനിപ്പിച്ച് അടുത്ത അധ്യയന വർഷം മുതൽ 2 സെമസ്റ്റർ സമ്പ്രദായത്തിലേക്ക് മാറുന്നു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ നിയോമിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഇതിന് അംഗീകാരം നൽകിയത്. അടുത്ത അധ്യയന വർഷം മുതൽ 2 സെമസ്റ്റർ സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോകാനാണ് തീരുമാനം. പൊതു അവധികളും വേനൽ അവധിയും അധ്യയന വർഷാരംഭവും അവസാനവും നിർണയിച്ച് അടുത്ത 4 വർഷത്തേക്ക് നേരത്തെ അംഗീകരിച്ച അക്കാദമിക് കലണ്ടർ നിലനിർത്തും. UAE-യുടെ സ്വദേശീവൽക്കരണ നടപടികളിൽ തിരിമറി നടത്തുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ കർശന പരിശോധന തുടരുകയാണെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വ്യാജ നിയമനങ്ങൾ നടത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകും. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള 3500-ലേറെ വ്യാജ നിയമനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വ്യാജ നിയമനങ്ങൾ നടത്തിയ കമ്പനികൾ കൈപ്പറ്റിയതായും കണ്ടെത്തി. 3 ലക്ഷത്തോളം പരിശോധനകളാണ് മന്ത്രാലയം ഈ വർഷം നടത്തിയത്. 2000-ലേറെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുവെന്നും മന്ത്രാലയം അറിയിച്ചു. UAE-യിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഏകീകൃത ലൈസൻസിംഗ് സംവിധാനം അടുത്ത വർഷത്തോടെ നിലവിൽ വരും. 2026 ആദ്യപാദത്തിൽ പുതിയ സംവിധാനം പ്രാവർത്തികമാകുമെന്ന് UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ ദുബായ് ഹെൽത്ത് അതോറിറ്റി, അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്, ഷാർജ ഹെൽത്ത് അതോറിറ്റി തുടങ്ങിയ UAE-യിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിയന്ത്രണ സംവിധാനങ്ങൾ ഏകീകരിക്കപ്പെടും. ഒരു എമിറേറ്റിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ജോലി മാറുമ്പോൾ നിലവിൽ അതാത് എമിറേറ്റുകളിലെ ലൈസൻസ് കൂടി എടുക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഏകീകൃത ലൈസൻസിംഗ് സംവിധാനം ഈ നടപടികൾ ലഘൂകരിക്കും. ഗാസ മുനമ്പിലെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനായുള്ള UAE-യുടെ ദൗത്യം തുടരുന്നു. അവശ്യ ഭക്ഷ്യവസ്തുക്കളും മറ്റാവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളും ബേർഡ്സ് ഓഫ് ഗുഡ്നസ് സംരംഭത്തിന്റെ ഭാഗമായി ഗാസയിൽ പാരച്യൂട്ടിലൂടെ എത്തിച്ചു. ജോർദാൻ, ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് ഈ ദൗത്യം UAE പൂർത്തിയാക്കിയത്. കരമാർഗം എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവരെ 3851 ടൺ അവശ്യ വസ്തുക്കളും ഭക്ഷ്യസാധനങ്ങളുമാണ് UAE പലസ്തീൻ ജനതയ്ക്ക് വ്യോമമാർഗം എത്തിച്ചു നൽകിയത്. ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ 45 ട്രക്കുകളും UAE ഗസയിലേക്ക് അയച്ചു. കുവൈറ്റിൽ മൈ കുവൈറ്റ് മൊബൈൽ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. ആപ്പ് വഴി ഇടപാടുകൾ നടത്തുന്ന വേളയിൽ ജാഗ്രത പാലിക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഉപയോക്താക്കൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അഭ്യർത്ഥനകൾ അംഗീകരിക്കാവൂ എന്നും അധികൃതർ പറഞ്ഞു. ആക്സസ് അനുവദിക്കുന്നതിനോ ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതിനോ മുമ്പ് സേവനദാതാവിന്റെ പേര് പരിശോധിച്ചുറപ്പിക്കാനും അഭ്യർത്ഥനയുടെ ഉദ്ദേശം നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കാനും ശ്രദ്ധിക്കണം. ഉപയോക്താവിന്റെ ആവശ്യപ്രകാരം അല്ലാതെ ഏതെങ്കിലും പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകരുത്. ഉപയോക്താക്കളുടെ ഡാറ്റ സംരക്ഷിക്കുന്നതിന് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ പ്രതിബദ്ധരാണെന്നും വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതിന് പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
സൗദിയിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച് തട്ടിപ്പ് നടത്തിയ 5-അംഗ സംഘത്തെ റിയാദ് പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഒരു സൗദി യുവാവും 4 സിറിയൻ പൗരന്മാരും അടങ്ങുന്ന സംഘം സൗദിക്ക് പുറത്തുള്ളവരുമായി സഹകരിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പാർപ്പിട യൂണിറ്റുകൾ വാടകയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വ്യാജ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ വൻതുകയും ഇതിനായി ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാള സമൂഹം സംഘടിപ്പിക്കുന്ന ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി ഇടവക വികാരി ഫാദർ സവരി മുത്തു പതാക ഉയർത്തി. ഫാദർ ജോൺ ജോസഫും ഫാദർ ജോൺ തുണ്ടിയത്തും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിൽ എല്ലാ ദിവസവും നൊവേന പ്രാർത്ഥനയുണ്ടാകുമെന്ന് സെക്രട്ടറി റോണി ആന്റണി ജോസഫ്, കൺവീനർ വിൻസെന്റ് തോബിയാസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 15-ന് ഗാന ശുശ്രൂഷയും ദിവ്യബലിയും അടക്കമുള്ള വിവിധ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. സൗദിയിൽ മധ്യവേനൽ അവധിക്ക് ശേഷം എത്തുന്ന ബാക്ക് ടു സ്കൂൾ ആഘോഷത്തിന്റെ ഭാഗമായി ലുലു ഒരുക്കിയിരിക്കുന്നത് വമ്പൻ ഓഫറുകളും നിരവധി കളക്ഷനുകളുമാണ്. സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഗസ്റ്റ് മാസം മുഴുവനും നീളുന്ന ലുലു സ്കൂൾ സേവേഴ്സ് ഓഫറുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അവധിക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്തിയ കുടുംബങ്ങൾക്ക് കുട്ടികൾക്കുള്ള സ്കൂൾ ഷോപ്പിംഗ് മുഴുവനും ഒരു കുടക്കീഴിൽ സജ്ജമാക്കിയിരിക്കുകയാണ് ലുലു സ്കൂൾ സേവേഴ്സ് ക്യാമ്പയിൻ. അത്യാകർഷകമായ ഓഫറുകളുടെ ഭാഗമായി വ്യത്യസ്ത ഡിസൈനിലുള്ളതും ഈട് നിൽക്കുന്നതുമായ സ്കൂൾ ബാഗുകൾ, ലഞ്ച് ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ അടക്കം സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും പഠനോപകരണങ്ങളും എല്ലാം അതിശയിപ്പിക്കുന്ന ഓഫറുകളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. കൂടാതെ സ്മാർട്ട് ഗാഡ്ജറ്റ്സുകൾ, വാച്ചുകൾ എന്നിവയ്ക്കും മികച്ച ഓഫറുകളാണ് ലുലു നൽകുന്നത്. കുട്ടികളുമായി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിനെത്തുന്ന രക്ഷിതാക്കൾക്ക് കൂളായി ഷോപ്പ് ചെയ്യാൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ കുട്ടികൾക്കായി പ്രത്യേക ആക്ടിവിറ്റി സോണും സജ്ജമാണ്. സംസ്ഥാനത്ത് അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന 51 ഡോക്ടർമാരെ പിരിച്ചുവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടത്. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്തതിനാലാണ് കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് ഭൂമിയിൽ പണിത മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മാതൃകാ വീടിന് 30 ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ വലിപ്പവും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം തുക ഒരിക്കലും ചെലവഴിക്കേണ്ടി വരില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെയും ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെയും നിലപാട്. മാതൃകാ വീടിന് തുല്യമായോ അതിനേക്കാളേറെ സൗകര്യങ്ങളോടെയോ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് പരമാവധി 20 മുതൽ 25 ലക്ഷം രൂപയെ ചെലവായിട്ടുള്ളൂവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയ വീടിന് പരമാവധി 1800 രൂപയാണ് ഒരു ചതുരശ്ര അടിക്ക് ചിലവ്. എന്നാൽ 30 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം നേരെ ചുമരുകളിലേക്ക് വീഴുന്ന തരത്തിലാണ് നിർമ്മാണ രീതിയെന്നാണ് ഉയരുന്ന ആരോപണങ്ങളിലൊന്ന്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുറച്ചുകൂടി അതിൻ്റെ രൂപകൽപ്പനയൊക്കെ മാറ്റിക്കൊണ്ട് അതിൻ്റെ അടിത്തറ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അടിത്തറ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ ഗുണം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആകണം. അതുപോലെ മുൻവശത്ത് അതിൻ്റെ എലിവേഷനിലുള്ള മാറ്റം വരുത്തണം. കാരണം ഒരു കുടിലാണെങ്കിലും സന്തോഷമാണ്, പക്ഷേ ഇവിടെ ഒരു കുടിൽ കെട്ടാനല്ല, കൃത്യമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിക്കുള്ള പണം ഉണ്ട്. ആ പണം കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനശബ്ദ ആക്ഷൻ കൗൺസിലിൽ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. 2ാം നിലയിലേക്ക് വീടിനുള്ളിൽ നിന്ന് ചവിട്ടുപടി വേണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. എന്നാൽ പണി പൂർത്തിയായ ദിവസം മന്ത്രി കെ രാജനൊപ്പമെത്തിയ ദുരന്തബാധിതർ മാതൃകാ വീടിന്റെ നിർമ്മാണ രീതിയിലും സൗകര്യങ്ങളിലും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മറ്റു വീടുകളുടെ നിർമ്മാണ രീതി മാറ്റണമെന്ന ആവശ്യം ഉയർത്തുകയാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മ. അമൃത ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി വാങ്ങിയ ഭൂമി തോട്ടം ഭൂമിയല്ലെന്ന മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊളിഞ്ഞു. വിൽപ്പന നടത്തിയത് തോട്ടം ഭൂമിയാണെന്ന് വ്യക്തമാക്കി ഭൂവുടമകൾ ലാൻഡ് ബോർഡ് മുൻപാകെ മറുപടി നൽകി. ഭൂമി മാറ്റിയത് ലീഗ് നേതൃത്വമെന്നും ഭൂവുടമകൾ പറയുന്നു. 22ാമത് ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ 22-ന് ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് തൃക്കേപ്പറ്റയിൽ വില കൊടുത്തു വാങ്ങിയ ഭൂമി തോട്ടഭൂമിയാണെന്ന ആരോപണത്തിന് പിന്നാലെ രേഖകൾ ലാൻഡ് ബോർഡിൽ സമർപ്പിക്കുമെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ലാൻഡ് ബോർഡ് മുമ്പാകെ വിൽപ്പന നടത്തിയത് തോട്ടഭൂമിയാണെന്ന് സംബന്ധിച്ച് മറുപടി നൽകിയത്. തോട്ടം വാങ്ങിയ ശേഷം ലീഗ് നേതൃത്വമാണ് കാപ്പിച്ചെടികൾ പിഴുത് തരം മാറ്റാൻ ശ്രമിച്ചതെന്നും ഉടമകൾ മൊഴി നൽകി.
ലീഗിലെ ഉന്നത നേതാവിന്റെ ബന്ധുവും ഭവന നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ ഉൾപ്പെടെ 5 പേരിൽ നിന്നാണ് ലീഗ് ഭൂമി വാങ്ങിയത്. ഇദ്ദേഹം തന്നെയാണ് നിർമ്മാണ സമിതിക്ക് നിയമോപദേശവും നൽകിയത്. ലാൻഡ് ബോണ്ട് ഹിയറിംഗിൽ രേഖകൾ ഹാജരാക്കി നിർമ്മാണം അതിവേഗം തുടങ്ങുമെന്നായിരുന്നു ലീഗിന്റെ വിശദീകരണം. തൃക്കേപ്പറ്റ വില്ലേജിലെ ലാൻഡ് ബോർഡ് കേസുകളിൽ ഉൾപ്പെട്ടതാണെന്നാണ് വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട്. 11.21 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ തോട്ടഭൂമിയാണെന്നാണ് റിപ്പോർട്ട്. ഭൂമി നിർമ്മാണയോഗ്യമെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഹിയറിംഗിൽ ഹാജരാക്കാനും ഭൂ ഉടമകൾക്ക് സാധിച്ചില്ല. ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ 28-ന് വീണ്ടും ഹിയറിംഗ് നടത്തും. അമൃത ന്യൂസ്, വയനാട്. സിനിമാ കോൺക്ലേവിലെ വേദിയിൽ നടത്തിയ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല. കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സിനിമാ കോൺക്ലേവിന്റെ സമാപന ദിനത്തിലെ വേദിയിൽ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ സർക്കാർ ഗ്രാന്റ് നൽകുമ്പോൾ ഇവർക്ക് 3 മാസമെങ്കിലും പരിശീലനം നൽകണമെന്നും പലരും കൃത്യമായ ധാരണയില്ലാതെയാണ് സിനിമ എടുക്കുന്നതെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ പൊതുവേദിയിൽ അവഹേളിക്കുകയും കുറ്റവാളികളായി ചിത്രീകരിക്കുകയും ചെയ്തു എന്ന് കാട്ടി സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിലാണ് പരാതി നൽകിയത്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിലായിരുന്നു പരാതി. ഇമെയിലായി ലഭിച്ച പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ SC/ST ആക്ട് പ്രകാരം കേസെടുക്കേണ്ട സാഹചര്യം പ്രഥമ ദൃഷ്ട്യാ ഇല്ല എന്നാണ് പോലീസിന് നിയമോപദേശം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല. അതിനാൽ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം അടൂരിനെതിരെ സ്ത്രീകളുടെ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജയനമ്മ, ആയിഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാന കേസിൽ അന്വേഷണം സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയിലേക്കും നീളുന്നു. റോസമ്മയുടെ പഴയ കോഴിഫാമിലും സെബാസ്റ്റ്യന്റെ വീട്ടിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കത്തിയ ലേഡീസ് വാച്ചിന്റെ ഭാഗം കണ്ടെത്തി. അതേസമയം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. പെരുമഴ പെയ്തിട്ടും കുടിവെള്ളമില്ലാതെ വലയുകയാണ് കൊച്ചി താന്തോണിത്തുരുത്തിലെ കുടുംബങ്ങൾ. വെള്ളക്കെട്ടും യാത്രാപ്രശ്നങ്ങളും നിലനിൽക്കുന്നതിന് പുറമെയാണ് ഇപ്പോൾ കുടിവെള്ള പ്രശ്നവും. ജലവിതരണ പൈപ്പിലെ കേടുപാടുകളാണ് വെള്ളം കുടിമുട്ടാൻ കാരണം. മഴക്കാലത്തും കുടിക്കാൻ വെള്ളമില്ലാതെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് കൊച്ചി താന്തോണിത്തുരുത്ത് നിവാസികൾ. തമ്മനം പമ്പ് ഹൗസിൽ നിന്നാണ് താന്തോണിത്തുരുത്തിലേക്ക് വെള്ളമെത്തുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങളായി ഇവിടുത്തുകാർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ജലവിതരണ പൈപ്പിലെ കേടുപാടാണ് പ്രശ്നമെന്ന് തുരുത്ത് നിവാസികൾ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ പരിശോധന പലത് കഴിഞ്ഞെങ്കിലും പ്രശ്നത്തിന് പരിഹാരമില്ല. ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കൂട്ടമായി എത്തി. വീട്ടമ്മമാർ ഉൾപ്പെടെയാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നിലവിലെ പരിശോധനകൾ ശരിയല്ലെന്നും പ്രശ്നം കണ്ടെത്താൻ പ്രാപ്തരായ ആളുകൾ വാട്ടർ അതോറിറ്റിയിൽ ഇല്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്ന് ലൈനിൽ കൂടി വെള്ളം തന്നെ അന്ന് വരും വെള്ളം കിട്ടണമെന്നുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അവർ ഇന്നത്തേക്ക് വെള്ളം ഇവർ തരാം, ബാക്കി ദിവസം കൗൺസിലർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ കാരണം എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാരെന്ന വിധത്തിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോഴുള്ള പണിക്കാർക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. മുമ്പുണ്ടായ ലൈൻമാന് എവിടെയൊക്കെ ലൈൻ പോയിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഒരു നിസ്സാര വീടുകളിൽ മാത്രം കിട്ടുന്നുള്ളത്, എന്നാൽ കൂടുതൽ ജനവാസമുള്ള ഏരിയയിലേക്ക് വെള്ളം കിട്ടുന്നില്ല. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആദ്യ ദിവസം വാട്ടർ അതോറിറ്റിയും മറ്റ് ദിവസങ്ങളിൽ കൗൺസിലറും ടാങ്കറിൽ വെള്ളം എത്തിച്ച് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അറ്റകുറ്റപ്പണികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാം എന്ന ഉറപ്പും ലഭിച്ചു. ഇതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. അതേസമയം അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് തുരുത്തുകാരുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. തേങ്ങാമോഷണം ആരോപിച്ച് 2 പേർ ചേർന്ന് മർദ്ദിച്ചതായി ആദിവാസി യുവതിയുടെ പരാതി. കോഴിക്കോട് കാവിലുംപാറ തൊട്ടിൽപ്പാലം സ്വദേശിനി ജീഷ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിഷയത്തിൽ പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച യുവതി കലക്ടർക്കും പരാതി നൽകി. തേങ്ങ മോഷ്ടിച്ചുവെന്നാരോപിച്ച് പ്രദേശവാസികളായ 2 പേർ ചേർന്ന് തന്നെ മർദ്ദിച്ചുവെന്നാണ് തൊട്ടിൽപ്പാലം സ്വദേശിനിയായ ആദിവാസി യുവതിയുടെ പരാതി. തേങ്ങ മോഷ്ടിച്ചുവെന്നും ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് അതിനു മുമ്പും തന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ശേഷം മറ്റൊരാൾ വന്ന് മലവെള്ളപ്പാച്ചിലിൽ ഒളിച്ചു വന്ന തേങ്ങകൾ താൻ കൊണ്ടുപോകുന്നത് വീഡിയോയും എടുത്തു. തന്നെ കള്ളിയാക്കിയത് എന്തിനാണെന്ന് മുമ്പ് ഭീഷണിപ്പെടുത്തിയ ആളോട് ചോദിക്കാൻ പോയപ്പോഴാണ് വഴിയിൽ വെച്ച് പ്രദേശവാസികളായ 2 പേർ ക്രൂരമായി മർദ്ദിച്ചതെന്നും യുവതി പറയുന്നു. കാലിനുൾപ്പെടെ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടി.
എന്നാൽ മർദ്ദിച്ച വ്യക്തികൾക്കെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ മറ്റൊരു കേസിന്റെ മൊഴിയെടുക്കുമ്പോഴാണ് ഇക്കാര്യം യുവതി പോലീസിനോട് പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഇടപെടൽ ഇല്ലാതായതോടെയാണ് പരാതിയുമായി കളക്ടറെ സമീപിച്ചത്. ഒരേൽ വന്നപ്പോൾ മൊഴി കൊടുത്തതാണ്, പരാതിയായിട്ട് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ എഴുതുമ്പോൾ വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാം പേരിൽ കേസാണ്. അത് കേട്ടപ്പോൾ രാശൻ പറഞ്ഞു, എനിക്ക് പേടിയാണെന്നുണ്ട് ജീഷ്മ, നമുക്ക് ഏറ്റ് കളിക്കുവാനാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞ് എഴുതി അവിടെ കൊടുത്ത്. എന്നിട്ടാണ് ഒരു അടിപിടിയൊന്നും കൂടരുതെന്ന് 2 ദിവസം ഞാൻ കാത്തു നിന്നു. ഇവർക്കെതിരെയുള്ള നടപടിയൊന്നും പറ്റുന്നത് ഞാൻ കാണുന്നില്ല. എന്നാൽ തേങ്ങ മോഷണത്തിനെതിരെ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നുവെന്നും ഇതിനു പിന്നാലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പരാതിക്കാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയെന്നുമാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു പരാതിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പിൻവലിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 1 മാസത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നാണ് കോടതി നടപടി. വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുൻപേ തന്നെ ടോൾ പിരിവ് നിർത്തിവെച്ചു. ചരിത്രപരമായ തീരുമാനമാണ് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 1 മാസത്തേക്ക് നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നടപ്പിലാക്കിയത്. പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര തുടങ്ങി 5 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നത്. പലകുറി ഹൈക്കോടതി സമയം അനുവദിച്ചിട്ടും പ്രശ്നം പരിഹാരമാകാത്തതിനെ തുടർന്ന് 4 ആഴ്ച ടോൾ പിരിവ് തന്നെ നിർത്തിവെക്കാനുള്ള കടുത്ത തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമാണെന്ന ഹർജിക്കാരൻ ഷാജി കോടംകണ്ടത്ത് പറഞ്ഞു. യാത്രക്കാർക്ക് മധുരം നൽകിയാണ് പ്രതിഷേധക്കാർ സന്തോഷം പങ്കുവച്ചത്. ഈ സർക്കാർ പറഞ്ഞാലും ഭരണകൂടങ്ങൾ പറഞ്ഞാലും എല്ലാവരോടും നീതി നിഷേധിച്ച ഒരു നടപടിയാണ് ഈ ടോൾ കമ്പനിയും ഈ ദേശീയപാത അതോറിറ്റിയും ചെയ്തത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതാണ് ഇത്. സാധാരണക്കാരെ യാത്രക്കാർക്ക് വിധിയാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും ടോൾ പിരിവ് നിർത്തിവെച്ചതിന്റെ സന്തോഷം യാത്രികരും പങ്കുവച്ചു. നല്ല ഈ റോഡുകൾ അത്രയും മോശമായിട്ടുള്ള റോഡുകളാണ്, ഗട്ടർ റോഡുകളാണ്. ഞങ്ങൾക്ക് സ്ഥിരം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കുറേ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇത് വളരെ മോശമല്ലേ? ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഇപ്പോൾ ഒരു വണ്ടികൾ പിടിച്ചിരുന്നത് വളരെ മോശമല്ലേ? അപ്പോൾ അവർ നമ്മളെ തല്ലാൻ വരിക. വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ടോൾ പിരിവ് അവസാനിപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ISL പ്രതിസന്ധിക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിലും സാലറി കട്ട്. സിഇഒയ്ക്കും സ്പോർട്ടിംഗ് ഡയറക്ടർക്കുമൊപ്പം ടീം സ്റ്റാഫിലെ എല്ലാവരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു. 30 മുതൽ 50% വരെ ശമ്പളം കുറച്ചിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ശമ്പളം തൽക്കാലം കുറയ്ക്കില്ലെന്ന് ക്ലബ്ബ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കളിക്കാരുമായി ശമ്പളം സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാനും തീരുമാനമായി. ബംഗളൂരു FC, ഒഡീഷ FC ക്ലബ്ബുകൾ നേരത്തെ ശമ്പളം പൂർണ്ണമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അടക്കം 8 ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാളെ ചർച്ച നടത്തുന്നുണ്ട്. AIFF തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് വൈകുന്നതിനാൽ നാളത്തെ യോഗം കൊണ്ട് മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്നാണ് സൂചന. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.